കന്യാകുമാരിയിൽ നിന്നും കാശ്മീരിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. ഹൃദയത്തിൽ നിന്നും ഹൃദയങ്ങളിലേക്ക് അകലങ്ങളില്ല. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ ഹൃദയത്തിൽ ഈശ്വരൻ ജനിക്കുന്നു. മനുഷ്യൻ മനുഷ്യനെ വെറുക്കുമ്പോൾ ഹൃദയത്തിൽ ദൈവം മരിക്കുന്നു. ഇതാണ് ആദിമുതലുള്ള പണ്ഡിതന്മാരുടെ ശ്ലോകങ്ങൾ വിളിച്ചു പറയുന്നത്. ദൈവം ജനിക്കുന്നതും മരിക്കുന്നതും ഹൃദയത്തിലാണ്. അതിനാലാണ് ഹൃദയത്തെ ദൈവത്തിൻ്റെ ആലയമായും ശ്രീകോവിലായും ചിത്രീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ആലയം മലിനപ്പെടുന്നത്? ദൈവം അപരവാസയോഗ്യമായതിനാൽ. ഒരു റാന്തൽ വിളക്കുമായി വാതിലിൽ മുട്ടുന്ന യേശുവിൻ്റെ ചിത്രം നാം കണ്ടിരിക്കും. ആ കതകിൻ്റെ പ്രത്യേകത പൂട്ട് അകത്തുനിന്നുമാണ്. അത് തുറക്കേണ്ടത് അകത്തിരിക്കുന്ന വ്യക്തിയാണ്. അതാണ് ഹൃദയത്തിൻ്റെ പ്രത്യേകത. സങ്കീർത്തന പുസ്തകം 84 അധ്യായം 2 വാക്യത്തിൽ പറയുന്നു, എൻ്റെ ഹൃദയവും ശരീരവും ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു എന്ന്. ഹൃദയം കൊണ്ടാണ് കവിതകൾ രചിക്കുന്നത്. ഹൃദയം കൊണ്ടാണ് ജീവിതം മെനയുന്നത്. എന്താണ് അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യേകത? കരുണ, ദയ, ആത്മാർത്ഥത. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തുമാറ്റി ഒരു മാംസള ഹൃദയം നിക്ഷേപിക്കും. തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത്. ഹൃദയം സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് നാം സ്നേഹത്തിൻ്റെ ചിഹ്നമായി ഹൃദയവും അത് തുളച്ചുപോകുന്ന ഒരു അമ്പും വരയ്ക്കുകയും സ്നേഹത്തിൻ്റെ ഇതിവൃത്തമാക്കുകയും ചെയ്യുന്നത്. ഹൃദയത്തെക്കുറിച്ച് അത്രമാത്രം അറിവുള്ള നമ്മെ നോക്കി തിരുവചനത്തിലൂടെ യേശു ചോദിക്കുന്നുണ്ട്, എനിക്കൊരു ഹൃദയം തരുമോ? ചുടുചോര ചീന്തുന്ന ഒരു മാംസള യന്ത്രം എനിക്കാവശ്യമില്ല. അതെൻ്റെ ശ്വാസകോശങ്ങളിലേക്ക് മലിനരക്തം കടത്തിവിട്ട് ജീവരക്തം ഊറ്റിയെടുക്കും. ഉറപ്പാർന്ന പേശിയിൽ പൊതിഞ്ഞ വാരിയെല്ലുകളുടെ സുരക്ഷിതത്വത്തിൽ കഴിയുന്ന ഒരവയവം എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് 4 അറകളുള്ള ഒരു കൂടാരമാണ്. ആ അറയിൽ കരുണയും മറ്റൊന്നിൽ ആർദ്രതയും ഒന്നിൽ സാന്ത്വനവും മറ്റൊന്നിൽ വാത്സല്യവും സൃഷ്ടിക്കുന്ന, സ്നേഹം കരകവിഞ്ഞൊഴുകുന്ന ധമനികളുള്ള ഒരു ഹൃദയം. ഇന്ന് ഹൃദയങ്ങൾ തമ്മിലുള്ള അകലങ്ങൾ കൂടി വരികയാണ്. എല്ലാ ഭവനങ്ങളിലും തിരുഹൃദയ ചിത്രമുണ്ട്. തിരുവചനം ഹൃദയത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചാണ് പറയുന്നത്. ആ പരിശുദ്ധിയിൽ ജീവിക്കുന്ന നമുക്ക് ഹൃദയത്തിൻ്റെ, യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ മമതയും വാത്സല്യവും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ജോയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, നിങ്ങളുടെ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത്. ചില വീടുകളിലെ തിരുഹൃദയ പടം കരിപുരണ്ടാണിരിക്കുന്നത്. അതായത് അമ്മമാരുടെ ദീനരോധനം കാരണം ഇതുപോലുള്ള കരിപുരണ്ട ചിത്രമാകാനാണ് ഓരോ മാതാപിതാക്കളുടെയും വിധി. മാതാപിതാക്കളുടെ പ്രതീക്ഷകളെല്ലാം മക്കളിലാണ്. അതുകൊണ്ട് താഴത്തും മുകളിലും വയ്ക്കാതെ വളർത്തുന്ന മക്കൾ എല്ലാം ഉപേക്ഷിച്ച് പിൻവിളിക്ക് കാതോർക്കാതെ പടിയിറങ്ങി പോകുമ്പോൾ ഇളംമുള കീറുന്നത് പോലെ നെഞ്ചു നീറി കരയുവാനേ ഇവിടെയുള്ള മാതാപിതാക്കൾക്കാകും. എന്നിട്ടും അവർ കാത്തിരിക്കും. പാതിരാത്രിയിലോ വെളുപ്പാൻ കാലത്തോ എപ്പോൾ വേണമെങ്കിലും അവർ കയറി വരുമെന്ന ശുഭപ്രതീക്ഷയിൽ. അടുപ്പത്ത് കഞ്ഞിയില്ലെങ്കിൽ പോലും കടം വാങ്ങിച്ച് അത്താഴമൊരുക്കി ആദ്യ വിളിക്കു തന്നെ ഉണരുന്നതിനായി ശരിക്കുമൊന്ന് ഉറങ്ങുക പോലും ചെയ്യാതെ അവർ കാത്തിരിക്കും. യേശു ചോദിക്കുകയാണ്, എനിക്കൊരു ഹൃദയം തരുമോ? ഈ തിരുഹൃദയ വണക്കമാസത്തിൻ്റെ ഒടുവിൽ നല്ലൊരു ഉത്തരം നമുക്ക് നൽകാം. പരിശുദ്ധ കുർബാനയിൽ എന്നോടുള്ള സ്നേഹത്തെ പ്രതി എഴുന്നള്ളിയിരിക്കുന്ന കൃപ നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ, സകല നന്മകളും അടങ്ങിയിരിക്കുന്ന ആത്മീയ വിരുന്നേ, മാലാഖന്മാരുടെ ദിവ്യഭോജനമേ, മോക്ഷവാസികളുടെ സന്തോഷമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടുകൂടെ സ്നേഹിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ അങ്ങ് സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങ് ഈ പരമരഹസ്യത്തിൽ എന്നോട് കാണിക്കുന്ന അളവറ്റ കൃപയെ ആരുടെ നാവാൽ പറഞ്ഞറിയിക്കാൻ സാധിക്കും? ഈ ദിവ്യകുദാശയിൽ അങ്ങേ മഹിമയ്ക്ക് തക്ക യോഗ്യതയോടുകൂടെ അങ്ങേ ഉൾക്കൊള്ളുന്നതിന് ആർക്ക് കഴിയും? പരമപിതാവായ ഈശോയെ, അങ്ങേ അറുതിയില്ലാത്ത കൃപയാൽ എന്നിൽ എഴുന്നള്ളി വരണമേ. എപ്പോഴും അങ്ങേ തിരുശരീരത്തെ യോഗ്യതയോടുകൂടെ ഉൾക്കൊള്ളുവാൻ അങ്ങ് തന്നെ എനിക്ക് ഇടവരുത്തി അരുളണമേ. മാധുര്യം നിറഞ്ഞ ഈശോയെ, എൻ്റെ അവസാനത്തെ വചനങ്ങൾ അങ്ങയുടെയും
അങ്ങേ പരിശുദ്ധാത്മാതാവിൻ്റെയും തിരുനാമങ്ങൾ ആയിരിക്കട്ടെ. എൻ്റെ അന്ത്യഭോജനം ആയുസിൻ്റെ അപ്പമായിരിക്കുന്ന അങ്ങേ തിരുശരീരവും ആയിരിക്കുമെന്ന് ഞാൻ ശരണപ്പെടുന്നു. കർത്താവെ, അങ്ങ് തന്നെ എനിക്കിതിന് ഇടവരുത്തി അരുളണമേ. കർത്താവെ, അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ. നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ, ദിവ്യഹൃദയത്തിൻ നാഥേ, ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. ആമേൻ. സ്നേഹം കൊണ്ട് നിറഞ്ഞ പിതാവാണ് ദൈവം. അവിടുന്ന് നമ്മുടെ വീടുകൾ സന്ദർശിക്കുന്നു. നമ്മെ രക്ഷിക്കാനും മോചിപ്പിക്കുവാനും അവിടുന്ന് തയ്യാറാണ്. മനസ്സിൻ്റെ ആത്മാവിൻ്റെ രോഗങ്ങൾ ഭേദപ്പെടുത്തുന്നു. ആർദ്രത, അനുകമ്പ, അടുപ്പം, ദൈവത്തിൻ്റെ മനോഭാവത്തെക്കുറിച്ച് സൂചിപ്പിക്കുവാനുള്ള 3 വാക്കുകളാണിവ. നമുക്കൊപ്പം സഹയാത്രികനാകാനും അനുകമ്പയോടെ നമ്മോട് ക്ഷമിക്കുവാനും ദൈവം തയ്യാറാണെന്നും ദൈവം എപ്പോഴും നമ്മുടെ അരികിലുണ്ടെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.